ഇന്ന് നമ്മൾ ഈ കറുത്ത ബാഡ്ജ് ധരിച്ചുകൊണ്ട് ഒരു ആർ ടി ഓഫീസ് മാർച്ച് നടത്താനുള്ള കാരണം നമ്മളെ ഓട്ടോറിക്ഷ മേഖലയിലെ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഇത് കരിദിനമായിട്ട് ആചരിക്കുകയാണ്. എന്താ കരിദിനമായിട്ട് ആചരിക്കുന്നതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത്, ഇന്ന് വരെ മോട്ടോർ വാഹന മേഖലയിൽ ഒരു സർക്കാരും ഏർപ്പെടുത്താത്ത അത്രയും ഭീകരമായിട്ടുള്ള ഒരു ഫീസ്, അതായത് CF ഏർപ്പെടുത്തിയിരിക്കുകയാണ്. CF എന്ന് പറയുമ്പോൾ സർട്ടിഫിക്കറ്റ് ഓഫ് ഫിറ്റ്നസ്. അതായത് ബ്രേക്ക് എടുക്കുന്നതിന് 10 മുതൽ 15 വർഷം വരെ പഴക്കമുള്ള വാഹനങ്ങൾക്ക് ഇത്ര പൈസയും, 15 മുതൽ 20 വയസ്സ് പ്രായമുള്ള അല്ലെങ്കിൽ 20 വർഷം വരെയുള്ള വാഹനങ്ങൾക്ക് ഇത്ര പൈസയും, 20 മുതൽ അതിന് ശേഷമുള്ള വാഹനങ്ങൾക്ക് ഇത്രയുമെന്ന് ഗവൺമെൻറ് നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പോൾ 10 മുതൽ 15 വർഷം വരെ ഞാൻ ഓട്ടോറിക്ഷയുടെ കാര്യം മാത്രം എടുക്കാം. എല്ലാ വാഹനങ്ങൾക്കും അധികം നികുതി ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഓട്ടോറിക്ഷയുടെ കാര്യത്തിൽ 10 മുതൽ 15 വർഷമുള്ള ഓട്ടോറിക്ഷകൾക്ക് 200 ഉറുപ്പികയാണ് വർദ്ധിപ്പിച്ചിട്ടുള്ളത്. 15 മുതൽ 20 വർഷം വരെയുള്ളതിന് ഏതാണ്ട് 4000 ഉറുപ്പികയോളം വർദ്ധിപ്പിച്ചു. 20 വർഷം കഴിഞ്ഞ ഓട്ടോറിക്ഷകൾക്ക് CF എടുക്കണമെങ്കിൽ ഇനി 9060 ഉറുപ്പിക കൊടുക്കണം. ഇതുവരെ 600 രൂപയും 60 ഉറുപ്പിക സർവീസ് ചാർജുമാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത്രയും വലിയ വർധനവ് ഈ മേഖലയിൽ ഇതുവരെ ഒരു സർക്കാരും ഏർപ്പെടുത്തിയിട്ടില്ല. എന്താ ഈ ഏർപ്പെടുത്തിയതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം എന്ന് ചോദിച്ചാൽ, ഈ പഴയ വാഹനങ്ങളെ ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പിന്നിലുള്ള അവരുടെ ഉദ്ദേശം. അപ്പോൾ ഇത്തരം തൊഴിലാളി വിരുദ്ധമായിട്ടുള്ള നടപടിക്കെതിരായി ഈ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് നമ്മൾ കരിദിനം ആചരിക്കുന്നത്. അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാർ നമ്മുടെ പുതിയ തൊഴിൽ കോഡ് ഈ കഴിഞ്ഞ 21-ാം തീയതി മുതൽ നടപ്പാക്കിയിട്ടുണ്ട്. ഈ തൊഴിൽ കോഡിൽ നമ്മുടെ ഇന്ത്യയിലെ എല്ലാ തൊഴിലാളി സംഘടനകളും എതിരായിട്ടുള്ള അഭിപ്രായം പ്രകടിപ്പിച്ചു കഴിഞ്ഞു. BJPയുടെ തൊഴിലാളി സംഘടനയായിട്ടുള്ള BMS പോലും ഈ തൊഴിൽ കോഡിലുള്ള പല തൊഴിൽ നിയമങ്ങൾക്കെതിരായിട്ടും മുന്നോട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇനി ഈ തൊഴിൽ കോഡ് വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തൊഴിലാളികൾക്ക് വലിയ പ്രസക്തിയില്ല. ജോലി ചെയ്യുക, ഉടമകളെ സംബന്ധിച്ചിടത്തോളം ഉടമകൾക്കാണ് ഇനി പ്രാധാന്യം. എന്താ ഉടമകൾക്ക് പ്രാധാന്യം എന്ന് പറയുമ്പോൾ, സംഘടിക്കാനും ആനുകൂല്യങ്ങൾ ചോദിക്കാനുമുള്ള അവകാശത്തെ ഇവർ ഈ തൊഴിൽ കോഡിൽ കൂടി നിഷേധിച്ചിരിക്കുന്നു. ഇനി നമുക്ക് ആനുകൂല്യങ്ങളൊന്നും അങ്ങനെ ചോദിക്കാനോ സമരം ചെയ്യാനുള്ള അവകാശമൊന്നുമില്ല. അതിനൊക്കെ നിശ്ചിത തൊഴിലാളികൾ വേണം. അതുപോലെ തന്നെ അതിനൊക്കെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ പുതിയ തൊഴിൽ കോഡിൽ. അപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന സമീപനത്തിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് നമ്മുടെ തൊഴിലാളികളെ ഈ തൊഴിൽ കോഡ് ബാധിക്കുന്നത്. അപ്പം മിക്കവാറും തൊഴിലാളികൾ, അതായത് ജീവനക്കാർ, നമ്മുടെ സ്ഥിരം ജീവനക്കാരല്ലാതായി മാറും. താൽക്കാലിക ജീവനക്കാർക്ക് കൂടുതൽ പരിഗണന നൽകുന്ന ഒരു തൊഴിൽ കോഡാണ് ഇപ്പോൾ ഇവിടെ വരുന്നത്. അതുപോലെ തന്നെ നമ്മളെ സ്ഥിരം ജീവനക്കാരെ പിരിച്ചുവിടാം, ഏത് തൊഴിൽ ഉടമക്കും പിരിച്ചുവിടാം. അതിൽ പ്രതിഷേധിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയില്ല. പ്രതിഷേധിച്ചാലും അതിന് കാര്യമില്ല. അവർക്കതിന് പകരം കരാർ അടിസ്ഥാനത്തിൽ പുതിയ തൊഴിലാളികളെ കരാർ ജീവനക്കാരായിട്ട് നിയമിക്കാം. അവർക്ക് അതിൽ വലിയ ആനുകൂല്യമൊന്നും കൊടുക്കണ്ട. ഉടമകൾ എന്താണോ പറയുന്നത്, എന്താണോ കൊടുക്കുന്നത് അത് വാങ്ങുക. സമരം ചെയ്യാനുള്ള അവകാശം നിഷേധിക്കുകയാണ്. പിന്നെ ഒരു തൊഴിലാളി, ഒരു ജീവനക്കാരൻ എന്നുള്ള നിലയിൽ ഒരു സ്ഥാപനത്തിൽ അയാൾക്ക് ചോദിക്കണമെങ്കിൽ ആ യൂണിയൻ മുഖാന്തരമാണ് ചോദിക്കുന്നത്. ആ യൂണിയൻ എന്ന് പറയുന്നതിൽ അതിലും നിയന്ത്രണം വന്നിട്ടുണ്ട്. 50% ജീവനക്കാർ അംഗങ്ങളായിട്ടുള്ള ഒരു ട്രേഡ് യൂണിയന് മാത്രമേ തൊഴിലാളിയുമായിട്ട് ചർച്ച നടത്താൻ അധികാരമുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ സംസ്ഥാനത്തായാലും ഇന്ത്യയിലായാലും 50% തൊഴിലാളികൾ അംഗങ്ങളായിട്ടുള്ള യൂണിയനുകൾ കുറവായിരിക്കും. അപ്പോൾ ഇതിൻ്റെയൊക്കെ അർത്ഥം, അതായത് ഉടമകളുമായിട്ടുള്ള ചർച്ച ഇല്ലാതാകുന്നു, സർക്കാരുമായിട്ടുള്ള ചർച്ച ഇല്ലാതാകുന്നു. എല്ലാം തൊഴിലുടമക്ക് തീരുമാനിക്കാം. സർക്കാരാണ് തൊഴിലുടമയെങ്കിൽ സർക്കാരിന് തീരുമാനിക്കാം.
മുതലാളിമാരാണ് തൊഴിലുടമെങ്കിൽ മുതലാളിമാർക്ക് തീരുമാനിക്കാനുള്ള അവകാശത്തെയാണ് ഈ തൊഴിൽ കോഡ് കൊണ്ട് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിരവധി കാര്യങ്ങൾ നമ്മുടെ നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും ഇനി മുതൽ ഇല്ലാതാവുകയാണ്. അപ്പോൾ ഇത്തരം തൊഴിലാളി വിരുദ്ധ നിയമങ്ങൾക്കെതിരായിട്ട് കൂടിയാണ് ഇന്ന് നമ്മൾ കരിദിനം ആചരിക്കുന്നത്. അപ്പോൾ കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഈ മോട്ടോർ വാഹന മേഖലയിൽ ഒരു പുതിയ നിയമം കഴിഞ്ഞ ആഴ്ച മുതൽ നടപ്പാക്കിയതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞത് ഈ CF എടുക്കുന്ന ഓട്ടോറിക്ഷകൾ, ആ 20 വർഷം കഴിഞ്ഞ ഓട്ടോറിക്ഷകൾക്ക് ഈ 9,060 ഉറുപ്പിക അടക്കണമെന്നുള്ളത്. അപ്പോൾ ഈ 9,060 ഉറുപ്പിക അടക്കണമെന്ന് കേന്ദ്രം തീരുമാനിച്ച പാട് നമ്മുടെ കേരളത്തിലെ സർക്കാർ അതേപടി അത് അനുസരിക്കുകയും അത് നടപ്പാക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ കേരള സർക്കാരിൻ്റെ ആവശ്യം എന്താ? ഈ മോട്ടോർ വാഹന മേഖല എന്ന് പറയുന്നത് കൺകറൻ്റ് ലിസ്റ്റിൽപ്പെട്ടതാണ്. സംസ്ഥാനത്തിനും കേന്ദ്രത്തിനും തുല്യ അധികാരമുള്ളതാണ്. കേന്ദ്രം മാത്രം ഏകപക്ഷീയമായിട്ട് ഇത്തരത്തിലുള്ള ഒരു തീരുമാനമെടുത്താൽ അത് നടപ്പാക്കേണ്ട ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനുണ്ടോ? ഇത് ഫെഡറൽ തത്വത്തിൻ്റെ ലംഘനമല്ലേ? അത് കേന്ദ്രം അടിച്ചേൽപ്പിക്കുന്നത് മുഴുവൻ തലകുലുക്കി അംഗീകരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ സംസ്ഥാന സർക്കാർ എത്തിയിട്ടുണ്ടെങ്കിൽ അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറയാനുള്ള തൻ്റെ ഇടം നമ്മുടെ ഇടതുപക്ഷ തൊഴിലാളി വർഗ സർക്കാർ എന്ന് പറയുന്ന ഈ സർക്കാരിനുണ്ട്. പക്ഷേ അതവർ ചെയ്യുന്നില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം കേന്ദ്രം എടുക്കുന്ന ഏത് തീരുമാനവും ഏത് ഉത്തരവും അക്ഷരം പ്രതി അനുസരിക്കുന്ന ഒരു സംസ്ഥാന സർക്കാരായി നമ്മുടെ കേരള സംസ്ഥാന സർക്കാർ മാറിയിരിക്കുന്നു. അപ്പോൾ അതിൽ കൂടി പ്രതിഷേധിച്ചിട്ടാണ് ഞങ്ങൾ ഇന്ന് RT ഓഫീസിലേക്ക് ഈ മാർച്ച് നടത്തിയിട്ടുള്ളത്. CITU ഇക്കാര്യത്തിലെടുക്കുന്ന നിലപാട് അവർക്ക് ഇതിൽ പ്രതിഷേധമില്ലേ? CITU ഇതുവരെ നമ്മളെ കേരള സംസ്ഥാന സർക്കാർ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന ഈ സമീപനത്തിനെതിരായിട്ട് സമരം നടത്തിയതായിട്ട് അല്ലെങ്കിൽ സമരത്തിന് ആഹ്വാനം ചെയ്തതായിട്ട് അറിയില്ല. കേന്ദ്രത്തിൻ്റെ തൊഴിലാളി വിരുദ്ധ നിയമത്തിനെതിരായിട്ട് അവരിപ്പോൾ ഇന്ന് സമരത്തിലാണ്. ആ സമരത്തോടൊപ്പം തന്നെ കേരള സർക്കാർ സ്വീകരിക്കുന്ന തൊഴിലാളി വിരുദ്ധമായിട്ടുള്ള സമീപനം കൂടി കാണണമെന്നും കേരള സർക്കാരിനെ കൂടി നമ്മൾ ഈ കാര്യത്തിൽ എതിർക്കേണ്ടതുണ്ടെന്നുമാണ് AKSATU ആഗ്രഹിക്കുന്നത്, AKSATU ഉന്നയിക്കുന്നത്.